ലോകത്തിന് പുതിയൊരു സന്ദേശം നൽകുന്ന ഒരു സിനിമയിലോട് കൂടി ഈ ഒരു ഡയറക്ടർ ചെയറിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് സർ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരു പുതിയ സിനിമ സംഭവിക്കാനായിട്ട് പോവുകയാണ്. സോ ഐ നോ യു ആർ വെരി എക്സൈറ്റഡ് ആൻഡ് ഓൾസോ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എന്താണ് പറയാനായിട്ടുള്ളത് ഈ ഒരു മൊമെന്റിൽ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ ചെറിയ ഷോർട്ട് നോട്ട്സ് സ്പിരിറ്റിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും. അപ്പോൾ ഇത്രയും വലിയ പങ്കാളിത്തം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആദ്യ സിനിമ നേരത്തെ പ്രതീക്ഷിക്കുക എന്നുള്ള സിനിമയാണ്. അതിൽ വളരെ ചുരുങ്ങിയ ആർട്ടിസ്റ്റും വളരെ ചുരുങ്ങിയ ലൊക്കേഷൻസുള്ള ഒരു ചലഞ്ചാണ് ആ സിനിമയിൽ ഞാൻ എടുത്തിരുന്നത്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ 2.5 വർഷത്തെ പ്രയാണം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രയാണം, ഇതിൻ്റെ ഓരോ ദിവസവും എനിക്ക് മറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ നിർണായകമായ ഘട്ടത്തിലുള്ള എൻ്റെ നിർണായകമായ നിമിഷങ്ങളിലെല്ലാം എൻ്റെ കൂടെ ടോവിനോ എന്ന സുഹൃത്ത്, ആദ്യം സുഹൃത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് നമ്മളിപ്പം ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇഷ്ടിൽ നിന്ന് മാറി നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കുറച്ചുകൂടി വലിയ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ക്രൗഡ് മാനേജ്മെന്റ് ഒക്കെ വേണ്ട വലിയ ക്യാൻവാസിൽ ചെയ്തെടുക്കേണ്ട സിനിമയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എൻ്റെ ഉള്ളിലും നമ്മുടെ ടീമിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 26-ാം തീയതിയാണ് സിനിമ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 26-ാം തീയതി നമ്മൾ ആദ്യ സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. സിനിമയിൽ നേരത്തെ പറഞ്ഞതുപോലെ സുരാജേട്ടൻ, അതുപോലെ ചേരൻ സാറിന് നമ്മൾ കഴിഞ്ഞ ഒരു 3 മാസമായി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനൊപ്പം ഒരാൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഒരു ആസ് എ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുള്ളിയുടെ ആ ക്യാരക്ടറിനെ പുള്ളി വന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അപ്പോൾ മാത്രമല്ല ഈ സിനിമ എഴുതിയിരിക്കുന്നത് കല്യാശ്ശേരി എന്നുള്ള പുസ്തകത്തിന്റെ റൈറ്റർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ അബിൻ ജോസഫ് എന്നുള്ള ചെറുപ്പക്കാരനാണ്. പിന്നെ ഇതിൽ നമ്മുടെ ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതും നമ്മുടെ നാട്ടിലെ കല്യാശ്ശേരിക്കാരനായ ടിപ്പും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഷിയാസിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാബുക്കയാണ് നമ്മളുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അപ്പം ഇതൊരു ടീം വർക്കായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സന്തോഷം എല്ലാം കൂടെ കയറി വരികയാണ്. ബാക്കി കാര്യങ്ങൾ തുടരെ ഉള്ള സമയത്ത് പറയാൻ തോന്നുന്നു. സത്യത്തിൽ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ടോവിയിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രിയ സുഹൃത്തോടെയാണ്. അപ്പൊ അതിനവിടെ ഒരു വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും 26-ന് തുടങ്ങാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന ഒരു ചിത്രം ഏറ്റവും വിജയകരമായിരിക്കട്ടെ എന്ന് തന്നെ ആദ്യമേ ഈ വേദിയിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമയോട് കൂടി തന്നെ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി വരികയാണെന്ന് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിരുന്നു അല്ലെ. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരാനതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് 2 പേരാണ്. അപ്പൊ അവര് 2 പേരും പ്രവാസികളാണ് അല്ലെ. അപ്പൊ അവരെ ഞാൻ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വിത്ത് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് Tipu Shan and GCC India Trade Ambassador Mr. Shriaz Hassan on stage. So 2 പേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. സോ ദിസ് ഈസ് ടിപ്പു ഷാൻ ആൻഡ് ഷിയാസ് ഹസൻ. സോ സംസാരിക്കുന്നത് ഓഫ് കോഴ്സ് അദ്ദേഹം തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് നിർമ്മാതാക്കളായി കടന്നു വന്നത് എന്നോട് അറിയാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. സോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ലോഞ്ചിങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഞാനും ടിപ്പുവും ഏകദേശം 1 വർഷത്തോളമായി ഉള്ള ഡിസ്കഷന്റെ ഫലമാണ് ഇന്നിവിടെ സാധ്യമായ ഇന്ത്യൻ സിനിമ കമ്പനി. ഞങ്ങളുടെ ആദ്യത്തെ ഫിലിം തന്നെ വളരെ നല്ലൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. കൂടാതെ ശ്രീ ടോവിനോ, ശ്രീ ചേരൻ, ശ്രീ സുരാജ്, ശ്രീ അനുരാജ് ഇവരെ പോലുള്ള കഴിവുള്ള കലാകാരന്മാരോട് കൂടി ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം. അനുരാജുമായിട്ട് ഏകദേശം 15 വർഷത്തെ ബന്ധമാണ്. അനുരാജ് അസോസിയേറ്റ് ആയിട്ട് നടക്കുമ്പോൾ എൻ്റെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ്. അനുരാജിന്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ സിനിമയ്ക്കൊപ്പം എല്ലാവരും ഇതിന്റെ വിജയത്തിനും ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ടിപ്പുവിനും ഷിയാസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് മുമ്പോട്ട് പോകാം.
ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാറ്. ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട്. അതുപോലെ ടൊവിയുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എപ്പോഴും ടൊവിക്ക് എന്നെ കളിയാക്കാനേ നേരമുള്ളൂ. ഇതുവരെ സിനിമ സെറ്റിൽ കാണാറില്ല. സിനിമ ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട്, പിന്നെ കാണാറില്ല. ഈ പ്രോഗ്രാമിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയും നമ്മുടെ ആളുകൾ കാണേണ്ട ഒരു സിനിമയുമാണെന്നാണ് എൻ്റെ ഒരു ചെറിയ വിശ്വാസം. ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഥ അനുരാജിൻ്റെ അടുത്ത് പറയുകയും അത് നമ്മൾ ടൊവിനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നീട് ചേരൻ സാർ വന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നു. അങ്ങനെ ആണ് നമ്മളിത് ഇതിലേക്ക് എത്തുന്നത്. 26-ന് തുടങ്ങാണ്. അപ്പൊ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. So ladies and gentlemen, please put your hands together and welcome the very young, charming and handsome Tovino Thomas. So Tovita, welcome. അപ്പം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഒരു മൊമെന്റിൽ എന്താണ് തൊഴിച്ചേട്ടന് പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ പ്രീതികാംക്ഷകളായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഗൈഡിങ് ഫോഴ്സസിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഞാനും അനുരാജും തമ്മിലുള്ള പരിചയത്തിലൊരു 10 വർഷത്തിലധികം പഴക്കമുണ്ട്. ഞങ്ങൾ സെവൻത്രി എന്നുള്ള സിനിമയിൽ അനുരാജ് അസോസിയേറ്റ് ആയിരുന്നു. അത് ഞാനതിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഇഷ്ക് ഞാൻ ആദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ്. എന്റെ കറങ്ങത്തിൽ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെ പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റിയും പൊതു കാര്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ് അനുരാജ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ന് അതിന്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് നമ്മുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ മലയാള സിനിമയിലേക്ക് ഈ സിനിമയിലൂടെ നല്ല ഐശ്വര്യമുള്ള ഒരു തുടക്കവും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു രണ്ടുപേർക്കും. പിന്നെ ഇതിന്റെ എല്ലാമായ ബാധക തീർച്ചയായിട്ടും വളരെ ഇതിൽ വളരെ ക്രൂഷ്യൽ റോള് ഈ സിനിമ സംഭവിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേരൻ സാർ ഞങ്ങൾ കുറെ നാളുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി സാർ. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനാണെങ്കിലും ഇപ്പോൾ അഭിനാണെങ്കിലും ഇതിന്റെ എഡിറ്റർ ഷമീറാണെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന അമലേട്ടനാണെങ്കിലും തുടങ്ങി കോസ്റ്റ്യൂം ചെയ്യുന്ന ഇതിന്റെ DOP വിജയ് എന്ന് പറയുന്ന സമീർ ഗണേശന്റെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും കൂടെ ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ജയിച്ചേട്ടനാണ് ഇതിന്റെ മ്യൂസിക്. അങ്ങനെ ഒരുപാട് എല്ലാവരും ഇപ്പം പേരെടുത്ത് പറയാത്ത ഇനിയും ആളുകളുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന ഒരു സിനിമയാണ്. ഇതങ്ങനെ ഒരു മാസ് മസാല എന്റർടൈനർ ഒന്നും ആയിരിക്കില്ല, പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും. ഒരു ഗുഡ് വാച്ച് ആയിരിക്കും. ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്ന് ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിച്ച നമ്മുടെ റൈറ്റർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഞാനും വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കാണുന്ന സിനിമയാണിത്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവരും ഉണ്ടാവണം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരും വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് വിദ്യാകാംക്ഷകൾക്കും എല്ലാവർക്കും നന്ദി. തുടർന്ന് അങ്ങോട്ട് ഈ സിനിമയുടെ തുടക്കമാണ്. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നത് വരെയും ഇറങ്ങിയതിനു ശേഷവും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ മീഡിയയും പ്രേക്ഷകരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പൊ നിങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
ഇനി തുടർന്ന് ഈ സിനിമയുടെ മറ്റ് ഫംഗ്ഷനുകളായിട്ടും ഒക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ തരും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു സുഹൃത്ത് എന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെന്തായാലും ഇവിടെ പറയാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടെ തന്നെയുള്ള ഒരു ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ചേരൻ സാറും കൂടെയാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് സ്ക്രീൻ അഭിനയിക്കാൻ കൂടെ പോവാണ്. സോ അത് എത്രത്തോളം ടോവിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഓട്ടോഗ്രാഫും പോക്കിഷനും ഒക്കെ പോലെ മനസ്സിൽ തൊടുന്ന സിനിമകളിൽ അഭിനയിക്കുകയും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും ഒക്കെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ എന്നോടും വളരെ അടുപ്പത്തിൽ തന്നെ പെരുമാറുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അനുരാജ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് ചേരൻ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഞാൻ തന്നെയായിരുന്നു. കാര്യം ഈ ഒരു ക്യാരക്ടർ അതും എളുപ്പമുള്ള ക്യാരക്ടറല്ല, ഭയങ്കര ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്ന് ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പൊ അതിന് അദ്ദേഹത്തിന് തന്നെ കിട്ടിയതിൽ വലിയ സന്തോഷവും എക്സൈറ്റ്മെന്റും. Thank you so much. And moving to the next, of course, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ചെയ്യുകയാണ്. So I request everyone, please put our hands together and welcome him onto the stage with a huge round of applause. So we welcome you, sir. Not only we, the Malayalam cinema industry welcomes you, and we are very much happy. So ഈ ഒരു മൊമെന്റിൽ സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്കറിയാം മലയാളം അറിയാമെന്ന്, പക്ഷെ എനിക്ക് തമിഴ് കൊഞ്ചം തിരിയും, അതുകൊണ്ടാണ്. സോ സാറിന് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? எல்லாருக்கும் வணக்கம். ஃபஸ்ட்டு மலையாள இண்டஸ்ட்ரி நடிக்கலை இது வரைக்கும், பட் ஆனால் மலையாளம் பேசி நடிச்சிருக்கேன் ஆட்டோகிராஃபில். ஸோ மலையாளிஸ் எல்லாருமே என் மேலே ரொம்ப பிரியமாக இருப்பாங்க, எனக்கு ரொம்ப பிடிக்கும். ஸோ தேங்க்ஸ் டு ஆல் மலையாளம் ஆடியன்ஸ். ரைட், இந்த படம் நான் ரொம்ப நாள் எல்லாரும் கேட்டாங்க மலையாள படம் நடிக்கிறதுக்கு. பெரிய இன்ட்ரெஸ்ட் காட்டல நான், அப்போ இங்கே நிறைய ஒர்க் இருந்ததுனால. இப்போ நான் இந்த படம் நடிக்கிறதுக்கு முக்கியமான காரணம் வந்து 2 பேர் தான். ஒன்று அனுராஜோட அந்த ஃபர்ஸ்ட் படம் வந்து ரொம்ப ஒரு ஷேக் பண்ணிச்சு, ரொம்ப டெம்ப் பண்ணிச்சு. ஒரு 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 10 days நான் அந்த படம் பார்த்துட்டு டிஸ்டர்ப் ஆகிட்டேன். எப்படி இப்படி ஒரு டைரக்டர் ஒரு 3 கேரக்டர் வச்சுக்கிட்டு ஒரு நைட்டில் இப்படி ஒரு ஸ்கிரிப்ட் பண்ண முடிஞ்சு அப்படின்னு. ஸோ நான் நிறைய பேர்ட்ட என்ன சொல்ல போனால், நான் ரீமேக் வாங்கி டைரக்ட் பண்ண நினச்சதே கிடையாது. ஒரு படத்தை வாங்கி ரீமேக் பண்ணணும் அப்படின்னு. இந்த படத்தை வாங்கி பண்ணணும்னு நினச்சேன், எனக்கு கிடைக்கல. அதே மாதிரி நான் ரொம்ப ரசிக்கிற ஒரு ஆர்டிஸ்ட் டொவினோ. எனக்கு சமீப காலங்களில் ரொம்ப ரியலாக, ரொம்ப பக்கத்தில், நம்மளோட க்ளோஸ் டு ஹார்ட், ஸோ நெக்ஸ்ட் டோர் நம்ம கூட இருக்கிற ஆள் மாதிரி ஃபீல் பண்ணுற ஒரு ஆர்டிஸ்ட் டொவினோ. நான் வந்து ரொம்ப வருஷமாக நிறைய படங்களில் பார்த்தாலும் இன்னும் அடுத்த படம் எப்போன்னு பார்க்குற அளவுக்கு வெயிட் பண்ண வைக்கிற ஒரு ஆக்டர். ஸோ அது எனக்கு ரொம்ப பிடிச்சிருந்தது. ஸோ அதனால் இவங்க 2 பேரோட ஜாயின் பண்ணுறதுல எனக்கு ரொம்ப ஹாப்பி. அதனால் இவங்க கேட்ட உடனே இந்த சப்ஜெக்ட் ஆல்சோ வெரி டிஃப்ரெண்ட். இட்ஸ் நாட் அ யூஸ்வல் ஒரு சினிமா கிடையாது. அந்த ரைட்டர் ரொம்ப அழகாக சொன்னார். இவங்க 2 பேர் வந்து நீ மீட் பண்ணாங்க ஆஃபீஸில். இவங்க அட்டன் பண்ணுறது ரொம்ப முக்கியமான சினிமா. இட்ஸ் நாட் அ நார்மல் ஒரு கடந்து போகிற சினிமாவாக அது இருக்காது. அந்த சினிமாவுக்குள்ளே இன்டெப்த்தாக போன ஒரு பெரிய அரசியல் இருக்கு. ஸோ அது வரும். தேங்க்யூ. என்னை நீங்கள் முதல்ல வெல்கம் பண்ணதுக்கு, இந்த இண்டஸ்ட்ரிக்கு என்னை கூப்பிட்டு வந்ததுக்கு ரொம்ப நன்றி. ஸோ இந்த கம்பெனி வந்து புதுசாக ஃபார்ம் ஆகுது. ஸோ எல்லாரும் நல்லபடியாக ஒர்க் பண்ணுங்க. உங்களோட ஹார்ட் ஒர்க் கண்டிப்பாக உங்களை மேலே கூட்டு போகும். தேங்க்யூ ஸோ மச். Thank you, sir. Thank you so much. And we all are very excited to watch you on a Malayalam big screen. And also, ഇപ്പം മലയാള സിനിമയിൽ നായികമാരില്ലാതെയും സിനിമകൾ ഇറങ്ങാറുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ സിനിമയിൽ അങ്ങനെയല്ല, നായികയ്ക്ക് പ്രാധാന്യമുണ്ട്. ടോയ് നോക്കുന്ന അങ്ങനെ ഇറങ്ങാറുണ്ടോ? അങ്ങനെ ഇറങ്ങാറൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമയിൽ ഓഫ്കോഴ്സ് നായികയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തതായി ഞാൻ വേദിയിലേക്ക് നമ്മളുടെ സിനിമയിലെ നായികയെയാണ് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയംവദ കൃഷ്ണൻ. So let me welcome her on to the stage. So welcome you, Priyamvada. Of course, you should say a few words. വളരെയധികം എക്സൈറ്റഡ് ആണ്. സ്പെഷ്യലി ഇഷ്ക കണ്ടതിന് ശേഷം നിങ്ങളുടെ പടത്തിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അത് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ആൻഡ് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു ഭാഗമാവാൻ പറ്റിയതിന് വളരെയധികം സന്തോഷിക്കുന്നു.
ഒരു ഇത്രയും ബ്രില്യൻറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ പോവാ എന്ന് അറിയുന്നതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. Thank you so much, Priyavada. I'm moving to the title announcement here, but before that, we have a chief guest. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആരിൽ നിന്ന് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് നടത്തി നമുക്കൊരു ആൽഫബറ്റ് ഓർഡറിൽ പോവാം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിലാഷേട്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് സ്കൂളിലും കോളേജിലും പഠിച്ചപ്പോൾ ഇത് തന്നെ പ്രശ്നം, വൈകിട്ടടക്കം ആദ്യം വിളിക്കും. എന്തായാലും വലിയ സന്തോഷമുണ്ട്, കാരണം പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് വരുന്നു. അത് വരുമ്പോൾ ഇവിടുത്തെ എഴുത്തുകാർക്കും സംവിധായകർക്കും വലിയ സന്തോഷമാണ്, കാരണം ഇനി കഥ പറയാൻ പോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ആയി. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നി ഇനിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പാട്ടെഴുത്തും മാത്രമേ ഉള്ളൂ ബാധക ബാക്കിയുള്ളതെന്ന് പറയുന്നത്. ഇത് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ബാധക നിൽക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. പിന്നെ ടോയ് ഒന്നും പറയാനില്ല, കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ. അപ്പൊ ഇനിയും വലിയ വലിയ ഹിറ്റുകൾ തുറക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇതെല്ലാം. പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ അനുവും ഞാനും കൂടെ നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ പ്രോജക്റ്റിനെ പറ്റി എന്തോ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു സംവിധായകന്റെ 2 വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ പോകുന്നു. അതിനാണ് ഏറ്റവും വലിയ കൺഗ്രാറ്റ്സ്. 2 വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ടോവിയുടെ ഡേറ്റ് എടുത്ത് ഈ പടം ചെയ്യുന്നു, അത് വലിയ കാര്യം. പിന്നെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ് ചേരൻ സാറിന്റെ. എനിക്ക് ചേരൻ സാറിനോട്, കാരണം 20 വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത്. അന്ന് ഗോപികനെ സാറ് അങ്ങോട്ട് കൊണ്ടുപോയി, ഇന്ന് ഞങ്ങൾ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും അതിന് അനുരാജിന് കൺഗ്രാറ്റ്സ്. ആണോ? അതേപോലെ ഹീറോയിൻ ആയാലും റൈറ്ററാണ്, പുതിയ ഫസ്റ്റ് മൂവിയാണ്. അപ്പം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റൈറ്ററാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ എന്ന് പറയേണ്ട ഒരു വലിയ റൈറ്റർ മലയാള സിനിമയിലേക്ക് വരുന്നതാണ് ഞാൻ കരുതുന്നത്. പിന്നെയും ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് തുറക്കട്ടെ. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ്, ഓൾ ദി ബെസ്റ്റ്. രാവിലെ അനുരാജിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വനം ഈ പരിപാടി, കാരണം ഈ സിനിമ ഇവിടെ വരെ എത്തിക്കാനായിട്ട് ടൊവിയും അനുരാജും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ സിനിമ നടത്തുന്ന സമയത്ത് തന്നെ ടൊവി വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ്. ഒപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പം ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട്. അപ്പം വലിയ വിജയമായിട്ട് എല്ലാവിധ ആശംസകളും. ചേരൻ സാറിനെ ഇൻഡസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. Title announcement of our new movie. Here we go in 3, 2,